ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് വിഐപിസിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. ഇടാ അവര് കേസിന് പോകില്ലേ? എവിടെ കയറി കക്കോന്ന് പറയ്. ഇടാ അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കാണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ, കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ സാർ വിളിപ്പിച്ച? കഥ പറഞ്ഞ് കളിക്കാൻ എന്താ കൂടുന്നോ? സോറി സാർ, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. അല്ല, MLA പറഞ്ഞാൽ. ചുമ്മാതല്ല തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മണ്ടൻ എന്നുള്ള പേര് വീണത്. തന്നെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നടോ? വീട്ടിലെല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാണ് സാർ, എന്റെ മോനടക്കം. നിർത്തോ. എടോ, എന്റെ വീട്ടിൽ മോഷണം നടന്നിരിക്കുകയാണ്. പണം പോയത് പോട്ടെ, പ്രധാനപ്പെട്ട പല ഡോക്യുമെന്റ്സും കാണാതായി പോയി. ഒരു കംപ്ലൈന്റ് എഴുതി തന്നെ സാർ. എടോ, കംപ്ലൈന്റ് തരാൻ ഭാഗത്തുള്ള രേഖകളും കാശൊന്നും അല്ലാതെ അഴിമതിയാണോ? എടോ, MLAക്ക് തൽക്കാലം റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത സാഹചര്യമാണ്. താനിപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ മോഷണത്തിന് എത്രയും പെട്ടെന്ന് തുമ്പുണ്ടാക്കണം. പിന്നെ മീഡിയയിൽ നിന്ന് ന്യൂസ് ലീക്ക് ചെയ്യരുത്. എന്റെ ചില ബന്ധുക്കളുടെ വീട്ടിലും കയറിയിരിക്കുകയാണ്. ഇതൊന്നും സ്ഥിരം ഗ്യാങ് ചെയ്തതല്ല. ഇതിന്റെ പുറകിലുള്ളവരെ താൻ പൊക്കണം. നോക്ക്, ഈ SP കൂടി പറഞ്ഞിട്ടാണ് തന്നെ ട്രാഫിക് എപ്പോഴും പറയണ്ട സാർ. SP പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് മാറ്റിയത് മാത്രം പോരെ? എനിക്ക് വേണ്ടിയാണ് തന്നെ സർക്കിളാക്കി ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സാർ. സാറിന് കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത വസ്തുക്കൾ മോഷ്ടിച്ച കള്ളനെ തീർച്ചയായിട്ടും പിടിക്കും സാർ. സാർ ഇവിടെ CI വന്നത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. സാറ് ട്രാഫിക്കിൽ നിന്ന് മാറിയില്ലയോ? ആ ജ്വല്ലറി മോഷണം കള്ളനെ കുറിച്ച് ഒരു തുമ്പും കിട്ടിയോ? പൊക്കും. അവൻ എവിടെ പോയി വിളിച്ചാലും പൊക്കും. എന്തായാലും ഈ സർക്കിളിൽ ഇനി ഒരു മോഷണം ഉണ്ടാവില്ല. അമ്മച്ചി, ഈശ്വരി, ഇരിക്കടാ അവിടെ. കർത്താവേ, തുടങ്ങിക്കഴിഞ്ഞ കറുത്ത പാടവും മൊത്തം കറുപ്പാതിന്റെ പേരിൽ അറിയില്ല പച്ച. പോടാർന്ന് ഗ്ലാമർ പോയ എന്റെ സകല പണിയും തീരും. ചേട്ടൻ വിഷമിക്കാതെ, ഈ പാടൊക്കെ മാറും. പക്ഷെ കുറെ കാലം പിടിക്കും. ഒന്ന് ചുമ്മാ പാട് മാറാൻ പച്ചമരുന്നിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. പച്ചമരുന്നൊന്നും ശരിയാവില്ല. ഈ പാട് മാറി പ്ലാസ്റ്റിക് സർജറി ആണ്. പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ ഒരു പരിധിയില്ലേ പച്ച? ഒന്ന് പോടാ അവിടെ. ആ കള്ളൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ പൊക്കും. അതിന് കള്ളം കൂടി വിചാരിക്കണം. ഈ ശവത്തിൽ നിന്ന് ഇതവൻ തന്നെയാ. അന്ന് ജ്വല്ലറി വിളിച്ച് കണ്ടപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത ഒരു വശപ്പശക്ക്. ഇത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം നമ്പറാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കുക. പക്ഷേ ക്രിമിനൽസിനെ റിവ്യൂ ചെയ്യുന്ന എനിക്കൊന്നും തെറ്റിയിട്ടില്ല. അയാളൊരു പക്ക ജെന്റിൽമാനാന്നാ എനിക്ക് തോന്നുന്നു. നിനക്ക് അങ്ങനെ പലതും തോന്നും. ആ കോപ്പോടും മോന്തവള്ളിയത് എന്റെ അവിടെ എന്താ വെച്ച് നിരപരാധി പ്രതിയാക്കണോ? അല്ല, എന്താ അയാളെ നിരപരാധിയാക്കാൻ ഇത്ര വാശി? ഹേയ്, ഒന്നുമില്ല. ഒന്ന് പോയേ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ഇതൊക്കെ ഈ കൊച്ചു തൃക്കരയിൽ മാത്രം ഒതുക്കാതെ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കണം. നീ MGRന്റെ ഉലകം ചുറ്റും വാലിബൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൽ MN നമ്പ്യാരുടെ കൊള്ള സംഘം അങ്ങ് ജപ്പാനിൽ പോലും ഉണ്ട്. അതുപോലെ നീയും ഉലകം ചുറ്റും വാലിബനായി മാറണം. ഫോൺ എനിക്ക് വേണ്ട, നീ എടുത്തോ. ഹലോ ജയ, ഇത് ഞാനാ. എന്താ അമ്മേ? നീ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ ഏതാന്നൊക്കെ നേരിട്ട് പറയാം. അടുത്ത വണ്ടിക്ക് ഇങ്ങ് എത്തിയേക്കണം. ഓടി അവിടുന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കമ്പനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ടതാ ഇത്. നാളെ തന്നെ ഇങ്ങെത്തണം. അത്യാവശ്യ. ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുവേ. അല്ല,
അമ്മേ മോളെ എന്താ അമ്മ? ഏട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അമ്മേ സസ്പെൻസ് പൊട്ടിക്കരുത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വായിക്കുമ്പോഴേ അറിയാവൂ ഏട്ടൻ SI സെലക്ഷൻ കിട്ടിയ കാര്യം. സന്തോഷം കൊണ്ട് ഞെട്ടണം ഏട്ടൻ. അമ്മേ ദേ വരുന്നു. എന്താ അമ്മ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല മോളെ, അതങ്ങ് കൊടുത്തേ. എന്താടി? കൺഗ്രാറ്റുലേഷൻസ് സർ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. വായിച്ചോക്കൂ. ഈ ഒരു കത്ത് വായിക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഇത്രയും ദൂരം വരാൻ പറഞ്ഞത്. എനിക്കവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? എന്താ പോലീസ് മോളെ ഇത്തിരി വെള്ളം എടുത്തോ. മോനെ മോനെ ഏട്ടാ എന്തു പറ്റി? എന്താ മോനെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കരുതിയത്, പക്ഷെ ഇങ്ങനെ ബോധം കിടന്ന് കരുതിയില്ല. നിനക്ക് എന്താ പറ്റിയേ? SI ആയിട്ട് കള്ളന്മാരൊക്കെ ഇടിക്കുന്നത് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. കള്ളന്മാർക്കൊക്കെ നല്ല തല്ല് കൊടുക്കണം ഏട്ടാ. അയ്യോ അയ്യോ അയ്യോ, ഇതൊന്നും ശരിയാവില്ല, ശരിയാവില്ല. പണ്ടത്തെ പോലെയല്ല ഈ പോലീസ് പണി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് ഉള്ള കാര്യാ. ഇപ്പോഴത്തെ കള്ളന്മാരുടെ കയ്യിലെ കമ്പും കത്തിയൊന്നും അല്ല, തോക്കും ബോംബും ഒക്കെയാ. എത്ര പോലീസുകാരെന്നറിയോ ദിവസേന വെടികൊണ്ട് മരിക്കുന്നത്? അത് മാത്രല്ല, ഈ പോലീസുകാർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ ഈ കള്ളന്മാരെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കും. തന്നെയല്ല, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്താ കോളെന്നറിയാം? കോളോ? അല്ലല്ല, ശമ്പളം ശമ്പളം. എന്റെ ഏട്ടാ, പോലീസ് SI എന്നൊക്കെ പറയുന്നത് ഒരു പവറുള്ള ജോലിയല്ലേ? ഉവ്വ്. ആർക്കും അങ്ങനെ എളുപ്പം കിട്ടില്ലല്ലോ. ഇവരറിഞ്ഞ അവരുടെ എനിക്ക് കിട്ടും. പിന്നെ നല്ല ബഹുമാനം ഉണ്ടാവും. തന്നെയല്ല, SIയുടെ ബന്ധുക്കൾക്ക് നല്ല വിലയും കിട്ടും. വിലയല്ല, തേങ്ങാ കൊല കിട്ടും. കല്യാണപ്പെണ്ണിന്റെ ഏട്ടനെ SI ആണെന്ന സന്തോഷത്തില ജീവനും വീട്ടുകാരും അവരൊക്കെ അറിഞ്ഞു. അയ്യോ SI ആവുക എന്നൊക്കെ അയ്യോ ആലോചിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുക. ഈ കാർക്കൊക്കെ തലേ തൊപ്പ് കയറുമ്പോ അങ്ങ് പോവേട്ടാ. ഏതായാലും അച്ഛന്റെ ആഗ്രഹം സാധിച്ചു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അച്ഛന് നല്ലോണം മനസ്സിലാവും. വന്നോ? ലോക്കലിലോ ട്രാഫിക്കിലോ? ട്രാഫിക്കിലാണെങ്കിൽ കിമ്പളം സദ്യക്ക് 3000 പേരെ എന്നുള്ളത് നമുക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ? യൂണിഫാറ ഇട്ടില്ല, അതിനു മുമ്പ് അതേറെ കാണിക്കാൻ തുടങ്ങി. ജയ ലഡു, നീ SI ആകാൻ പോകുന്ന സന്തോഷത്തിൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഞാൻ ലഡു വിതരണം ചെയ്തു. അളിയ ലഡു അമ്മാവനായിരുന്നു. എന്നൊരു വഴിക്ക് എത്തിച്ചപ്പോ അച്ഛന് സമാധാനായി അല്ലേ?